ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എപ്പോഴും ഈ 5 സെക്കൻഡ് ഞാൻ നിവർന്നാണോ വരുന്നത്, എന്റെ ബയോഡേറ്റയിൽ വെരി ഹാർഡ് വർക്കിംഗ് ഡിലിജന്റ് എന്നൊക്കെ എഴുതിയേക്കുന്നത്, ഇതൊക്കെ ആൾക്കാർ ഒരു 10ഉം 15ഉം ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്കും പീപ്പിൾ വിൽ സീ ത്രൂ ഇറ്റ്. ഓക്കെ, അത് ക്രാപ്പ് ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. സോ വാട്ട് വി ഷുഡ് ഫോക്കസ് ഓൺ ഈസ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വരയ്ക്കാനോ എഴുതാനോ ഉള്ള കഴിവ് മാത്രമല്ല, ആ സാഹചര്യത്തിൽ നമുക്ക് ആ മൊമെന്റിനെ എങ്ങനെ ഉപയോഗിക്കാം, എന്റെ അറിവില്ലായ്മേനെ എനിക്ക് എങ്ങനെ ഉപയോഗിക്കാം. സോ അൺലെസ് ആൻഡ് അൺടിൽ യു ആർ ക്രിയേറ്റീവ് ഇൻ എൻ ഇന്റർവ്യൂ, പലപ്പോഴും നമ്മുടെ പിള്ളേരല്ലാത്തതാണ്. രാവിലെ തൊട്ട് നമ്മൾ പേടിച്ച് വരച്ച് അവിടെ പോയി ഇന്റർവ്യൂവിനിരുന്ന് പിന്നെ അവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലതിനും സാർ ഐ എം വെരി ഹാർഡ് വർക്കിംഗ്, ഐ എം വെരി ഓണസ്റ്റ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ പഠിച്ചു. അത് മാത്രമല്ല, ബിക്കോസ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവരുടെ എംപ്ലോയീസ് എന്താണോ അതാണ് ആ ഓർഗനൈസേഷൻ. ഗൂഗിളിന്റെ വിജയം അവരുടെ എംപ്ലോയീസ് ആണ്. അപ്പൊ ഏതൊരു ഓർഗനൈസേഷനും വേണ്ടത് ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാല് കഥയും എഴുത്തും വായനയൊന്നുമല്ല, പക്ഷെ ആ സാഹചര്യത്തിനെ എങ്ങനെ നമുക്ക് മുതലെടുക്കാം എന്നുള്ളതിലുപരി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഫോക്കസ് ചെയ്യാൻ പഠിപ്പിക്കുക. അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പിള്ളേരോട് അത് ശ്രദ്ധിക്കാം. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പിള്ളേര് അത് വിത്തിൻ ദ സ്റ്റേറ്റ് ഓർ ഔട്ട്സൈഡ് അറ്റ്ലീസ്റ്റ് ഇന്റർവ്യൂസിന് ഒരു 70-80% സക്സസ് റേറ്റ് 100%ഉം നേടാൻ പറ്റും.